ഞങ്ങൾ വിചാരിച്ച് ഇനി അവൾ ഈ നാട്ടിൽ വരത്തില്ല, അല്ലെ വരുമായിരിക്കും, അവിടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും വരുമായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടിലുണ്ട്. തന്നെയും മകനെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയി എന്ന് അവൻ പറയുന്നത് അവൻ്റെ അമ്മ ഇപ്പോഴും വരും, ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു. അവനിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. നമസ്കാരം, ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ മാന്നാറിലാണ്. ശ്രീകല കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് എത്തിയിരിക്കുന്നത്. 15 വർഷം മുൻപ് കാണാതായ ശ്രീകലയുടേത് തിരോധാനമല്ല, മറിച്ച് കൊലപാതകമാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് ഈ നാടും നാട്ടുകാരും കേട്ടത്. അതുവരെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ശ്രീകല മറ്റൊരാളോടൊപ്പം പോയി എന്ന് മാത്രമേ ഇവർക്കറിയുമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീടാണ് അത് അങ്ങനെയല്ല, സംശയരോഗം കൊണ്ട് ഭർത്താവ് അനിൽ ശ്രീകലയെ കൊന്നതാണെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ചുരുളഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത്. ഒരാളുടെ മൊഴിയെ തുടർന്ന് അനിൽ ശ്രീകലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്ന ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഈ കേസ് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. എന്താണ് മാന്നാർ കേസിൽ ഇതുവരെ സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി നോക്കാം. 15 വർഷം മുൻപ് നടന്ന സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിലൂടെയാണ്. ശ്രീകലയുടെ ഭർത്താവായ അനിലാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഇസ്രായേലിലാണ് അനിലുള്ളത്. അനിലും ശ്രീകലയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ ജാതി പ്രശ്നങ്ങൾ കാരണം ശ്രീകലയെ അംഗീകരിക്കാൻ അനിലിന്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ എതിർപ്പുകളെ അവഗണിച്ച് 2007 അനിലും ശ്രീകലയും വിവാഹിതരായത്. എന്നാൽ അനിലിന്റെ വീട്ടിൽ ശ്രീകലയെ താമസിപ്പിക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല. തുടർന്ന് ഇവർ പല വീടുകളിലായി വാടകയ്ക്ക് താമസിച്ചു പോന്നു. പിന്നീട് വീട്ടുകാരുമായി രമ്യതപ്പെട്ട് ഒരുമിച്ച് താമസമായി. ഇവർക്ക് ഒരാൺകുഞ്ഞും പിറന്നു. ഇതിനിടയിൽ കടബാധ്യത തീർക്കാൻ അനിൽ വിദേശത്തേക്ക് പോയി. എന്നാൽ ഇതിന് പിന്നാലെ ശ്രീകല മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലാണെന്നുള്ള സംശയം അനിലിന്റെ വീട്ടുകാരിലുണ്ടായി. വിദേശത്ത് നിന്നും എത്തിയ അനിൽ ഈ വിഷയത്തിൽ ശ്രീകലയുമായി വഴക്കിട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു. തുടർന്നാണ് പെട്ടെന്നൊരു ദിവസം കലയെ കാണാതായത്. ശ്രീകലയെ കാണാതായപ്പോൾ അവൾ തന്നെയും മകനെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയി എന്ന് അനിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാട്ടുകാരും വീട്ടുകാരും പോലീസും പോലും ഇതിലൊരു കാര്യമായ അന്വേഷണം നടത്തിയില്ല. ഞങ്ങളത് വിശ്വസിച്ചു. കാരണം ഒരു കുഞ്ഞിനെ ഇട്ടേച്ച് വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയപ്പം ഞങ്ങൾ വിചാരിച്ച് ഇനി അവൾ ഈ നാട്ടിൽ വരത്തില്ല, അല്ലെ വരുമായിരിക്കും, അവിടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും വരുമായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പോലീസിൽ പരാതിപ്പെടാൻ ഞാൻ അച്ഛനോട് പറഞ്ഞ്, അപ്പം അച്ഛൻ പറഞ്ഞ് എന്തിനാടാ പോലീസിൽ പരാതിപ്പെടുന്നത്, അവൾ ഈ കുഞ്ഞിനെയും ഈ നാടിനെയും വീടിനെയും എല്ലാം ഇട്ട് ഉപേക്ഷിച്ചിട്ട് പോയല്ലേ, അങ്ങനെ പോയവളെ നമ്മളിതിനെ അതിന് അന്വേഷിക്കണം, നിനക്ക് 2 കുഞ്ഞുങ്ങളില്ലേ, നീ അതുങ്ങളെ നോക്കി വളർത്തും. ഈ ശ്രീകലയുടെ തിരോധാനത്തിന് ശേഷം 15-ാം ദിവസം അനിൽ മറ്റൊരു വിവാഹവും കഴിച്ചു. അതിൽ 2 കുട്ടികളാണുള്ളത്. ശ്രീകലയുമായുള്ള ബന്ധത്തിൽ ഒരു മകനാണുള്ളത്. ആ മകനും അനിലിൻ്റെ വീട്ടുകാരോടൊപ്പമാണ് താമസിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുൻപാണ് അനിൽ ജോലിക്കായി ഇസ്രായേലിലേക്ക് പോയത്. പരപുരുഷ ബന്ധം ആരോപിച്ച് കലയെ അനിൽ കൊലപ്പെടുത്തിയെന്നാണ് FIRലുള്ളത്. അനിലാണ് 1-ാം പ്രതി. അനിലിൻ്റെ ബന്ധുക്കളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് കൂട്ടുപ്രതികൾ. 2009 ഏതോ ഒരു ദിവസം മാന്നാർ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കൊലപാതകം നടന്നുവെന്നും മാരുതിക്കാറിൽ കൊണ്ടുപോയി മൃതദേഹം സംസ്കരിച്ചു എന്നുമാണ് FIRലുള്ളത്. അടുത്തിടെ അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്താണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. അതായത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെന്ന് സംശയിക്കുന്ന ഒരാൾ ഇയാളുടെ ഭാര്യയുമായി വഴക്കിട്ടപ്പോൾ കലയെ കൊലപ്പെടുത്തിയതിൻ്റെ സൂചന നൽകിയിരുന്നതായാണ് വിവരം. അവളെപ്പോലെ നിന്നെയും കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ച ഊമക്കത്ത് കിട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതും. അതിനുശേഷമാണ് അനിലിൻ്റെ വീട്ടിലെത്തി സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയത്. വൻ പോലീസ് സംഘമാണ് തെളിവെടുപ്പിനായി വീട്ടിലെത്തിയത്. സെപ്റ്റിക് ടാങ്ക് പൊളിച്ചു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ പോലീസിന് ലഭിച്ചു. സ്ത്രീകൾ മുടിയിലിടുന്ന ക്ലിപ്പ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ ഇലാസ്റ്റിക് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 15 വർഷം പിന്നിട്ടതിനാൽ ചെറിയ അവശിഷ്ടം മാത്രമേ ലഭിക്കൂ എന്ന് ഫോറൻസിക് സംഘം സംശയിക്കുന്നുണ്ട്. അതിനിടെ അമ്മ മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ശ്രീകലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം. അമ്മയെ തിരിച്ചു കൊണ്ടുവരുമെന്നും ടെൻഷൻ അടിക്കേണ്ടതെന്നും അച്ഛൻ തന്നോട് പറഞ്ഞതായും മകൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒന്നും കിട്ടിയില്ലെന്നും പോലീസിൻ്റെ അന്വേഷണം തെറ്റായ വഴിക്കാണെന്നും മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവനാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വിക്കി വരുന്നതുമാണ്. അവൻ പറയുന്നത് അവൻ്റെ അമ്മ ഇപ്പോഴും വരും, ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയും. അവനിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കാരണം അവനൊരു കുഞ്ഞാണ്, +2 പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അവന് അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നതും, അങ്ങനെ ആയിരിക്കും അവൻ വിചാരിച്ചിരിക്കുന്നതും. അല്ലെ അവൻ്റെ അച്ഛനോ അമ്മയോ അവൻ്റെ ബന്ധുക്കളോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എടാ നിൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്നവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് അങ്ങനെ പറയുന്നത്. അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ. അതേസമയം ആലപ്പുഴ മാന്നാറിൽ നിന്ന് 15 വർഷം മുൻപ് കാണാതായ ശ്രീകലയുടേത് കൊലപാതകമെന്ന് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ സ്ഥിരീകരിച്ചു. കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി ഇന്നലെ SP വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു.
പ്രതി ശ്രീകലയുടെ ഭർത്താവ് അനിലാണ്. ഇസ്രായേലിലുള്ള ഇയാളെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും SP മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ജെറീന NB, ഫൈനൽ ന്യൂസ് മലയാളം.